2, 3, 4 വർഷമായിട്ട് ജനങ്ങളെ തടവിലാക്കുന്നതായിട്ടുള്ള അവസ്ഥാവിശേഷം വരികയാണ്. പോരായ്മ നഗരസഭയുടെ പോരായ്മയാണെന്ന് ഞാൻ പറയുന്നില്ല. തലസ്ഥാനത്തെ റോഡ് നിർമ്മാണ കരാറുകളിലെ അപാകതകളിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ ഉന്നമിട്ടായിരുന്നു ജനുവരിയിൽ കടകംപള്ളി സുരേന്ദ്രൻ പോരിന് തുടക്കമിട്ടത്. ഉദ്യോഗസ്ഥരുടെ പേരിലായിരുന്നു ഒളിയമ്പുകൾ. കരാറ് കമ്പനിയെ ടെർമിനേറ്റ് ചെയ്തത് പൊള്ളുന്നവർ പേടിച്ചാൽ മതിയല്ലോ, എല്ലാത്തവരെന്തിനു പേടിക്കുന്നത്? എന്തായാലും അത് കടകംപള്ളി അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, പിന്നെന്ത് പ്രശ്നം? 6 മാസങ്ങൾക്ക് ശേഷം കടകംപള്ളി റിയാസ് പോരിന്റെ 2ാം ഘട്ടം ഇന്ന് നിയമസഭയിൽ അരങ്ങേറി. തന്റെ മണ്ഡലത്തിൽ താൻ ടൂറിസം മന്ത്രിയായിരുന്ന കാലത്ത് തുടക്കമിട്ട ആക്കുളം പുനരുജ്ജീവന പദ്ധതി ഇപ്പോഴത്തെ ടൂറിസം വകുപ്പ് അട്ടിമറിക്കുന്നുവെന്ന് കടകംപള്ളിയുടെ ഗുരുതര ആരോപണം. ബിഡ് വാലിഡിറ്റി പീരീഡായ 120 ദിവസങ്ങൾക്കുള്ളിൽ ട്രൈപാർട്ടി എഗ്രിമെന്റിൽ ഏർപ്പെടേണ്ടതായിട്ടുണ്ട്. എന്നാൽ SPVയും കോൺട്രാക്ടറും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും സമയബന്ധിതമായി ഈ അഗ്രിമെന്റിൽ ഏർപ്പെടാതെ ഓരോരോ മുടന്തൻ ന്യായം പറഞ്ഞ് ടൂറിസം വകുപ്പ് മേപ്പടി അഗ്രിമെന്റ് നീട്ടിക്കൊണ്ടുപോകാനുണ്ടായത്. പദ്ധതിയിലുള്ള ടൂറിസം വകുപ്പിന്റെ മറ്റു വീഴ്ചകളും കടകംപള്ളി അക്കമിട്ട് നിരത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രത്യേക ചുമതലയുള്ള ഓഫീസർ റിവ്യൂ ചെയ്യുകയും പിഴ ഉൾപ്പെടെയുള്ള ക്ലോസ് കൂടി ഉൾപ്പെടുത്തി പ്രവൃത്തികൾ അടിയന്തരമായി ആരംഭിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന തീരുമാനം പോലും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ മുഖവിലക്കെടുത്തതായി കാണുന്നില്ല. കരട് നിബന്ധനകൾ ചർച്ച ചെയ്യുന്നതിനോ അംഗീകാരം നൽകുന്നതിനോ ടൂറിസം വകുപ്പ് തയ്യാറായിട്ടില്ല. പകരം ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വിധേയമായി യാതൊരുവിധ അനുമതിയുമില്ലാതെ 4 ലക്ഷം രൂപ പ്രതിഫലത്തിൽ ഒരു സ്വകാര്യ കൺസൾട്ടന്റിനെ ടൂറിസം വകുപ്പ് നിയമിച്ചു. തന്നെ നിക്ഷിപ്തമായി ഉത്തരവാദിത്വം നിറവേറ്റാതെ മേപ്പടി പദ്ധതി അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. കടകംപള്ളി റിയാസ് പോരെന്ന വ്യാഖ്യാനം ഒഴിവാക്കാൻ വേണ്ടി മാത്രം അവസാനം ഉദ്യോഗസ്ഥരെ ഒന്ന് പഴിച്ചു. 6 കോടി രൂപയോളം ചെലവഴിച്ചിട്ടും 1ഉം 2ഉം പിണറായി ഗവൺമെന്റിന്റെ ഫ്ളാഗ്ഷിപ്പ് പ്രോജക്ടുകളൊന്നായ ആക്കുളം പുനരുജ്ജീവന പദ്ധതി നിർവഹിക്കാൻ SPVയായ വ്യാപ്കോസിനും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി സഭയ്ക്ക് നൽകിയ ഉറപ്പ് പോലും നാളിതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. മറുപടി പറഞ്ഞ മന്ത്രി മുഹമ്മദ് റിയാസ് തന്റെ വകുപ്പിനെതിരെ കടകംപള്ളി ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല. പദ്ധതിയിൽ ടൂറിസം വകുപ്പ് ചെയ്യുന്നത് ശരിയെന്ന് പരോക്ഷമായി പറഞ്ഞു വെച്ചു. കിഫ്ബിയുടെ മേൽനോട്ടത്തിൽ ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഈ പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ആദ്യമായി ഇരുവരുടെയും പോര് പുറത്തു വന്നപ്പോൾ അന്ന് പറഞ്ഞതല്ല സത്യമെന്ന് ഇന്ന് നിയമസഭയിൽ തെളിഞ്ഞു. നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.